യു.എസിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 1000-ലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന 1000-ലധികം വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസകളോ നിയമപരമായ പദവികളോ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിസ സ്റ്റാറ്റസ് നഷ്ടമായവരിൽ കൂടുതലും ഇന്ത്യൻ വിദ്യാർത്ഥികളിലാണെന്നും ഇത് വിദ്യാർത്ഥികളിൽ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വിശ്വപ്രസിദ്ധ ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, മിഷിഗൺ സർവകലാശാല, ഒഹായോ സ്റ്റേറ്റ് സർവകലാശാല എന്നിവ ഉൾപ്പെടെ 160-ലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ ട്രംപിന്റെ ഇത്തരത്തിലുള്ള നീക്കം ബാധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മിക്ക വിദ്യാർത്ഥികളും പഠിക്കുന്ന സർവകലാശാലകൾ അവരുടെ വിസകൾ റദ്ദാക്കുകയാണെന്നോ അവരുടെ നിയമപരമായ പദവി അവസാനിക്കുകയാണെന്നോ പെട്ടെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ യാതൊരു വിധത്തിലുള്ള പ്രത്യേക കാരണങ്ങളോ നടപടിക്രമങ്ങളോ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള യു.എസ് നടപടി. സർക്കാർ വേണ്ടത്ര വ്യക്തത വരുത്തിയിട്ടില്ലെന്നും മിക്ക വിദ്യാർത്ഥികൾക്കും ഇമിഗ്രേഷൻ കോടതിയിൽ ഹാജരാകാൻ ഔപചാരിക നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലെന്നും വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പും നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ഒരു നടപടി. കുടിയേറ്റ വിരുദ്ധ നയം ഉയർത്തിയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത്. മുമ്പ് കോളേജുകൾ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സർക്കാർ ഡാറ്റാബേസുകളിലെ വിദ്യാർത്ഥി സ്റ്റാറ്റസുകൾ നേരിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ ചില ഫെഡറൽ ജഡ്ജിമാർ മുമ്പാകെ ചില കേസുകൾ പരിഗണനയിലുമാണ്. ചിലരെ അവരുടെ മുൻ പദവി പുനഃസ്ഥാപിക്കാൻ താൽക്കാലിക ഉത്തരവുകൾ നൽകിയിട്ടുണ്ട്. ഈ കോടതി നടപടികൾ ഉണ്ടെങ്കിലും യു.എസിൽ അവരുടെ ഭാവിയെക്കുറിച്ച് മിക്ക വിദ്യാർത്ഥികൾക്കും വൻ ആശങ്കയാണ്. ബിരുദദാനത്തിന് ശേഷം താൽക്കാലികമായി ജോലി ചെയ്യാൻ പ്രാപ്തരാകുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് പദ്ധതിയിൽ യു.എസിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെയും പുതിയ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. തൊഴിൽ വിസ തേടുമ്പോൾ തന്നെ താൽക്കാലികമായി ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണിത്. ഏകദേശം 50,000 ബിരുദ വിദ്യാർത്ഥികളും 3,42,000 ബിരുദ വിദ്യാർത്ഥികളും ഉൾപ്പെടെ യു.എസിൽ 1.1 ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളുണ്ട്. ഗതാഗത പിഴ പോലുള്ള ചെറിയ കുറ്റകൃത്യങ്ങളോ അറിയപ്പെടാത്ത നിയമലംഘനങ്ങളോ ചില വിദ്യാർത്ഥികളുടെ വിസ നേരത്തെ റദ്ദാക്കിയിരുന്നു.